ഹായ്, വെൽക്കം ബാക്ക് ടു ഷാന സ്പൈസസ്. എന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീരത്തോരൻ, മുതിരയും ചേർത്ത് നല്ല ഹെൽത്തി റെസിപ്പി. വേഗം നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്നുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. ഇതിൻ്റെ ഒപ്പം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതിലേക്ക് ഇനി സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തതും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ സവാള എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ സവാള ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, കുറച്ച് പച്ചമുളകും. ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന മുതിരയാണ്, 1.5 കപ്പ് വേവിച്ച മുതിര ഉണ്ട്. ഇതിവിടെ കിട്ടുന്നൊരു ടൈപ്പ് മുതിരയാണ് കേട്ടോ. പാകത്തിന് ഉപ്പും ചേർത്ത് വേവിച്ച മുതിരയാണ്. അത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്നു. വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, എന്നാലും ഇപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ഇടണം. ഒന്ന് ഫ്രൈ ചെയ്ത് ആ വെള്ളം കൂടുതലുള്ളത് മറിയതിന് ശേഷം നമുക്കിതിലേക്ക് ചീര ഇടാം. അപ്പോൾ ഒരു വലിയ ബൗൾ ചീര ചോപ്പ് ചെയ്തത് ഞാൻ ചേർത്തിട്ടുണ്ട്. ചീര നന്നായിട്ട് കഴുകണം, അല്ലെങ്കിൽ മണ്ണുണ്ടാവും. നന്നായിട്ട് ചോപ്പ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ചീരയും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്യാം. നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ മൂടി വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യാം, വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോഴും വെള്ളമുണ്ട്, എന്നാലും ചീര കുറച്ച് വാടിയതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം, ചീരയ്ക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ചീരയ്ക്ക് പെട്ടെന്ന് ഉപ്പ് കൂടിപ്പോകും, അതുകൊണ്ട് പതുക്കനെ നോക്കിയിട്ട് വേണം ഇടാൻ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി മൂടി വയ്ക്കാം. ആ നടുക്ക് കാണുന്ന വെള്ളം ഒന്ന് ഡ്രൈ ആയി വരണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. ഇനി ആ ചീരക്കൂട്ട് വെച്ചിട്ട് നമുക്ക് ഈ തേങ്ങ ഒക്കെ ഒന്ന് മൂടി വയ്ക്കാം. വീണ്ടും കവർ ചെയ്യണം. ഫ്ലെയിം കുറച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇത് തുറന്നിട്ട് ഫ്ലെയിം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയാൽ മതി. അപ്പോൾ നമ്മുടെ ചീര തോരൻ മുതിരയും ചേർത്തിട്ട് റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു ഹെൽത്തി വെജിറ്റേറിയൻ സൈഡ് ഡിഷ്. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ റെസിപ്പി. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.